ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇതെടുത്ത് വെച്ചിട്ട് ഏകദേശം 1-2 ആഴ്ചയൊക്കെ ആയിക്കാണേ. കുഞ്ഞ് സ്കൂളിലേക്ക് പോയതിന് ശേഷം ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പുലർച്ചെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം മഴ പെയ്ത് ചെറുതായി ഒന്ന് തോർന്നിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് നേരത്തേക്ക് എണീക്കാറുണ്ട്. ഒരു 6-6:15 ആകുമ്പോഴത്തേക്കും എണീക്കുകയും അപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേക്ക് കുഞ്ഞിനുള്ള പാലും ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒന്ന് പുട്ടാണ് തോന്നുന്നു കേട്ടോ അന്ന് ഞാൻ ഉണ്ടാക്കി. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ എന്താ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ എപ്പോഴും രാവിലെ എണീറ്റത് ഞാൻ പാല് പെട്ടെന്ന് റെഡിയാക്കി വെക്കണ്ട. കാരണം അവൾ എണീറ്റതും ആദ്യം പാലാണ് ചോദിക്കണത്. അപ്പോൾ ചായപ്പണി കഴിഞ്ഞിട്ട് ചായ ഇട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പരിപ്പും പുട്ടുമാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ പുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ആൾ കഴിച്ചോളും. പിന്നെ ചേട്ടനും പുട്ടൊക്കെ ആണെങ്കിലാണ് കുറച്ചും കൂടെ താല്പര്യം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡലി ചെമ്പിലാണ് കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ പുട്ടുപൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിരുന്ന് അപ്പോൾ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ അവളെ എണീപ്പിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ തലേന്നത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ വിളിച്ച് അവൾക്ക് പാല് കൊടുത്തിട്ടുണ്ട്. ചേട്ടനും അപ്പുറത്ത് എണീറ്റിരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ മഴ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഹാളിലാണ് കേട്ടോ കിടന്നുറങ്ങണത്. നല്ല മഴയും കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് അങ്ങനെ അവിടെ തന്നെ കിടക്കുകയും പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ റെഡിയായിട്ട് അതൊന്ന് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞാനും അപ്പോൾ തന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നേ. ഇപ്പോൾ ഞാനും രാവിലെ തന്നെ അങ്ങനെ കുളിക്കാറുണ്ട് കേട്ടോ. മിക്കവാറും രാവിലെ തന്നെ പണിയൊക്കെ തീർക്കാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ചിട്ട് ആൾ ഭയങ്കര കളിയൊക്കെയാണ്. പിന്നെ ഈ മുടി കെട്ടാനും ഒരുക്കാനൊക്കെ ഒന്ന് നിന്ന് തരാൻ പാടാണ്. പിന്നെ കുറേ നേരം നിർബന്ധിച്ചിട്ടൊക്കെയാണ് കേട്ടോ അത് ചെയ്തെടുക്കണത്. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ ധൃതി പിടിച്ച് ഓടേണ്ടി വരുമല്ലോ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ ഇയാൾ മാഗി വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അന്നേരം ഉണ്ടാക്കി കൊടുത്തില്ല. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒന്ന് രാവിലെ കഴിക്കാൻ മാഗി ഉണ്ടാക്കി തരുമോയെന്ന്. എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കണതാണ്. പക്ഷേ എരിവാണെന്നും പറഞ്ഞിട്ട് കുറേ വെള്ളം കൂടി ചേറ്റിട്ട് ആൾ പിന്നെ അതും കഴിക്കാതെ അങ്ങോട്ട് വെച്ചിട്ട് പോയി. പിന്നെ സ്നാക്സായിട്ട് ഞാൻ മാൽക്കിസ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റും പിന്നെ ആപ്പിളും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത്. ആപ്പിൾ കറുത്ത് പോകുമെന്നൊന്നും അറിയില്ല. ഞാൻ ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്നാക്സ് മാത്രം മതി. ഉച്ചവരെ ക്ലാസ്സില്ല കേട്ടോ. അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരും. അപ്പോൾ സ്നാക്സ് മാത്രം കൊടുത്ത് വിട്ടാൽ മതിയേ. അങ്ങനെ മോള് റെഡിയായി. ഞങ്ങൾ രണ്ടുപേരും മിക്കവാറും പോവാറുണ്ട് കേട്ടോ കൊണ്ടുവിടാനായിട്ട്. രാവിലെ ഞാനും ഫ്രീ ആയിരിക്കുമല്ലോ, വീട്ടിൽ അങ്ങനെ ജോലികളൊന്നും നല്ല അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും ഞാനും കൂടെ പോകാറുണ്ട്. അവൾക്ക് അമ്മയും കൂടെ വരണമെന്ന് ആദ്യമൊക്കെ വാശി പിടിച്ചു. പിന്നെ എനിക്കും അതൊരു ശീലമായിട്ടോ കൊണ്ടുപോയി വിടാൻ. ചേട്ടനും ആ സമയമൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. നമ്മളിപ്പോൾ 9-9:15 ആകുമ്പോൾ കൊണ്ടുപോയി വിടും കേട്ടോ. പിന്നെ ചേട്ടനാണെങ്കിലും ഷിഫ്റ്റ് ഇങ്ങനെ മാറി മാറി വരികയായി. അപ്പോൾ ഈ ആഴ്ച ഉച്ചയ്ക്കുള്ള ഷിഫ്റ്റിനാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ രാവിലെ നല്ലോണം ഫ്രീ ആയിരിക്കും. എനിക്കങ്ങനെ ഒരുപാട് തിരക്കിട്ട് രാവിലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ആക്കേണ്ടിയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ക്ലൈമറ്റ് നല്ല രസമായിരുന്നേ. ഇപ്പോൾ പകൽ അങ്ങനെ മഴ പെയ്യാറില്ല കേട്ടോ. രാവിലെ ഒരു 7-8 മണി വരെയൊക്കെ മഴയൊക്കെ പെയ്തിട്ട് പിന്നെ അങ്ങനെ തോർന്നു പോവേ. പിന്നെ വെയിലൊക്കെ ആയിരിക്കും. നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്കൂളിൽ വിട്ടിട്ട് ആദ്യം എനിക്കൊക്കെ ആയിരുന്നേ കുറച്ച് വിഷമം. കാരണം നമ്മൾ ഇത്രയും നാൾ എൻ്റെ കൂടെ മാത്രമേ ഇരുന്നിട്ടുള്ളൂ, നമ്മളങ്ങനെ വിട്ട് നിന്നിട്ടേ ഇല്ല. ആദ്യമായിട്ട് അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മളങ്ങനെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കറി ഞാൻ സാമ്പാർ വയ്ക്കാമെന്നാണ് വിചാരിക്കണത്. പിന്നെ നമ്മൾ മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന്. അപ്പോൾ അത് വറുക്കുകയും കൂടെ വേണം. പിന്നെ വന്നിട്ട് ജാന് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാഗി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കഴിച്ചത്. പിന്നെ ചേട്ടൻ പുട്ടും പപ്പടവും പരിപ്പൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി മീൻ വറുത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്കും 12:30 കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ 12:45 ആകുമ്പോൾ നമ്മൾ വിളിക്കാനായിട്ട് പോകുവേ. അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും ഇയാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂക്കിന്ന് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ജലദോഷം രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ കരയൊക്കെ ചെയ്തതുകൊണ്ട് മൂക്കിൽ നിന്ന് ഒഴുകണമെന്ന്. പക്ഷേ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും നല്ലോണം ജലദോഷം ഉണ്ടായിരുന്നു. ചെറിയൊരു പനീൻ്റെ ചൂട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റി, മുഖമൊക്കെ അങ്ങനെ വാടിയിരിക്കുകയായിരുന്നേ. അപ്പോൾ നോക്കുമ്പോൾ പനിയും കൂടെ ഉണ്ടായിരുന്നു. കാരണം ക്ലാസ്സിൽ വേറെ കുട്ടികൾക്കൊക്കെ ചുമയും ജലദോഷമൊക്കെ ആയിരുന്നെന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് ആൾക്ക് ചെറിയൊരു വിഷമമായി. പിന്നെ എന്നും വരുമ്പോൾ അച്ഛനെ സോപ്പിട്ട് ഇങ്ങനെ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടേ വരാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് എക്സ്ട്രാ മിഠായും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരെണ്ണം അച്ഛനൊരെണ്ണം തന്നിട്ട് അവളും കൂടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു പതിവായിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ മിഠായി വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് വാശി പിടിച്ചൊക്കെ വാങ്ങിക്കാറുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ അധികം അങ്ങനെ വാശി പിടിച്ച് നിൽക്കാറില്ല, കരഞ്ഞാലും ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ ചേട്ടനെ അങ്ങനെയല്ല, കരഞ്ഞ് കഴിയുമ്പോൾ അപ്പം തന്നെ അത് വാങ്ങിച്ചു കൊടുക്കുവേ. പിന്നെ വന്ന് ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു താല്പര്യമൊക്കെ പോയി കാണുമല്ലോ. അപ്പോൾ പിന്നെ അവൾക്ക് ഞാൻ പതിയാണ് ഫുഡൊക്കെ കൊടുത്തത്. പിന്നെ വീട്ടിലെത്തിയത് അപ്പോൾ തന്നെ ചേട്ടന് ഫുഡ് കൊടുത്തിട്ടാണ്, കാരണം ചേട്ടന് ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ ചോറൊക്കെ എടുത്ത് കൊടുത്തേ. ആപ്പിളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നാക്സിന്. പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ മിഠായിയൊക്കെ തിന്ന് അങ്ങനെ ഇരുന്നട്ടാ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്